ഷിയാസ് കരീമിനെ ഭീഷണിപ്പെടുത്തുന്ന സീനാണ് അഖിൽമാരാർ ഷിയാസ് കരീമിനെ ഭീഷണിപ്പെടുത്തുന്ന സീൻ. അടിച്ചു പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഇതിൽ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ പരാതി പിടിപ്പിച്ചാൽ മതി. ഇത് ബിഗ് ബോസിൽ അഖിൽമാരാർ ഷിയാസ് കരീമിനെ ഭീഷണിപ്പെടുത്തുന്നു. അടിച്ചു പറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പെരുമ്പാവൂരുകാരുണ്ടെന്നുള്ള നീ ആദ്യം ആലോചിക്കുക. അതാദ്യം നീ ആലോചിക്കുക. നിന്റെ ചുറ്റുവട്ടത്തുള്ളവന്മാരുണ്ട് ആഴ്ചന്റെ ചൗക്കല് പറിക്കാൻ. എനിക്ക് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. അല്ല അപ്പൊ സംഭവം വേറെ സംഭവം ഉണ്ട്. ഇതില് എഴുതിയിരിക്കുന്ന സംഭവം എന്ന് വെച്ചല്ലേ കണ്ടാ അഖിൽമാരാര് ഷിയാസ് കരീമിനെ അടിച്ചേക്കണേ. ഹൈക്കോടതിയിൽ അപകീർത്തിപ്പെടുത്തി പറഞ്ഞ സാബു ജേക്കബിനെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. ഓരോ സമയം ഒരു രാജ്യം ഭരിക്കുന്ന മുന്നണിയെ തിരഞ്ഞെടുപ്പിൽ അപമാനിച്ചു. ഏത് മറിച്ച് ചക്കരേസ് നിന്റെ സൂക്കേട് ഞാൻ തീർക്കുന്നുണ്ട്. പിന്നെ പരസ്യമായ മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ടെങ്കിൽ പൊന്നു മോനെ നിനക്കുള്ള പണി ഞാൻ തരുന്നു. അത് ആരെ പറഞ്ഞേക്കണെന്ന് അറിയാമോ? അഖിൽമാരാര് ഷിയാസ് കരീമോട് പറഞ്ഞതേ ഫുൾ തെളിവ്. ഷിയാസ് കരീം അപ്പൊ തന്നെ ചിരിച്ചു തള്ളിയിട്ടുണ്ട്. പിന്നെ അത് അടുത്തതാണ് ഈ വാർത്ത സ്റ്റോറി ഇട് തമാശയായി പറഞ്ഞത് എന്നാണെന്ന് അഖിൽമാരാര് ചുമ്മാ ചൊറ. അതായത് ഷിയാസ് കരീം 6 കോടി രൂപ അഖിൽമാരാര് വാങ്ങിച്ചു എന്നാണ് പറയാം അല്ലെ, കിട്ടിക്കാണുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ വെറുതെ പറഞ്ഞാന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ഇടാൻ പറഞ്ഞ അഖിൽമാരാര് കൊടുത്തു. സാബു ജക്കബിന്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞ് നിന്നെ സേഫ് ആക്കും. അപ്പൊ ഇപ്പൊ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഷിയാസ് കരീമിന്റെ സുഹൃത്തും കസിനുമായ അഷ്റഫ് കോട്ടപ്പുറം വന്നിട്ടുണ്ട്. ഇനി ബാക്കി കാഴ്ചകളിലോട്ട് പോകാം. അപ്പൊ ഈ അഖിൽമാരാരും ഷിയാസ് കരീമും കൂടി ഈ ക്ലാഷ് വരുന്നത് 6 കോടി രൂപ അഖിൽമാരാര് ഇലക്ഷന് നിൽക്കാൻ വേണ്ടി മേടിച്ചു എന്നുള്ളൊരു സംഭവം ഷിയാസ് കരീം പറയുകയുണ്ടായി. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അതിനെ പ്രതികരിച്ചുകൊണ്ട് അഖിൽമാരാർ രംഗത്ത് എത്തിയിട്ടുണ്ടായി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അഖിൽമാരാർ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണെന്നാണ് ഷിയാസ് കരീമിന്റെ സുഹൃത്തും കസിനുമായ അഷ്റഫ് കോട്ടപ്പുറം എത്തിയിട്ടുണ്ട്. അഷ്റഫ് കോട്ടപ്പുറത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം. അഖിൽമാരാര് ഷിയാസ് കരീമിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി വന്നേക്കുന്നത്. അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് ഷിയാസ് കരീം പൊതുമാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിവരമറിയും. ഇതിന്റെ സത്യാവസ്ഥയൊക്കെ അന്വേഷിക്കുന്നത് പോലീസുകാരാണ്, കേരള പോലീസ്, ഞാനല്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഷിയാസ് കരീമിന്റെ കസിൻ വന്നിട്ടുണ്ട്. നമുക്ക് പുള്ളിയായിട്ട് സംസാരിക്കാം. ഷിയാസ് കരീമിന്റെ ഉറ്റ സുഹൃത്തും കസിനുമായ അഷ്റഫ് കോട്ടപ്പുറം വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് സത്യം സത്യത്തിൽ ഒരു പിടിയില്ല. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്താളിച്ചിരിക്കുകയാണ്. എന്താ കാരണം ഇപ്പൊ നമുക്ക് ഇവിടെയാണ് രാഹുൽ ഈശ്വർ, അതുപോലെ നമ്മുടെ ആക്ട്രസ് പ്രിയങ്ക ഒക്കെ ഉള്ള സംസാരിക്കുന്ന ഒരു പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ ഇപ്പോഴാണ് ശരിക്കും പ്രസക്തിയാകുന്നത്. പുരുഷ കമ്മീഷൻ വേണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പുരുഷന്മാരെ സംരക്ഷിക്കാം. ഞാൻ രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ പ്രിയങ്കയും അങ്ങനെയുള്ള ആളുകൾ പറയുന്നതിന് 100% യോജിക്കുന്നു. ഒരു പുരുഷന് എന്തുണ്ട് ഇവിടെ? ഒരു പുരുഷന്റെ കാര്യം, ഒരു പെണ്ണ് വന്നിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവൻ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഉടനടി തന്നെ വിത്തിൻ സെക്കൻഡ് അത് സോഷ്യൽ മീഡിയയിലേക്ക് വൈറലാവുക, അപ്പൊ തന്നെ കേസെടുക്കുക. എന്താ ഇവിടെ നടക്കുന്നതെന്ന് സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ നിലവില് അറിയാലോ, ഷിയാസ് കരീം എന്റെ ഒരു കസിനാണ്. മാത്രമല്ല എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയാണ് ഈ പറയുന്ന ഷിയാസ് കരീം. എനിക്കറിയാം ഷിയാസ് കരീം എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പല വിഷയങ്ങളും പല വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു സ്ത്രീയെ പറ്റിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 65 ലക്ഷം രൂപ വരെ ഷിയാസ് കരീം മേടിച്ചിട്ടുണ്ട് എന്ന് പറയുകയും പിന്നെ ഒരുപാട് വോയിസുകൾ ഷിയാസിന്റെ ഒക്കെ ഷിയാസ് ഈ പെണ്ണായിട്ട് സംസാരിക്കുന്ന വോയിസ് ഇപ്പൊ പല ചാനലിലും വരുന്നുണ്ട്. അതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ശരി, ഇവിടെ നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഇവിടുത്തെ പോലീസിനെയും ഇവിടുത്തെ നിയമ സംവിധാനത്തെയും ഇവിടുത്തെ കോടതിയെയും പൂർണ്ണ വിശ്വാസമുള്ളിടത്തോളം കാലം നമുക്കിതിനൊന്നും ഒരു പേടിക്കേണ്ട ഒരു കാര്യവും ഇന്നത്തെ നിലവിൽ അതില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത് വന്ന് പറയുന്നു എന്ന് വെച്ചാൽ അവിടെയാണ് പ്രസക്തി. ഞാനിപ്പോൾ ഈ അലിഗേഷൻ പറഞ്ഞ ആ സ്ത്രീയെ ഞാൻ മാന്യമായി സംസാരിച്ചു. ഞാൻ ഇത്ത എന്ന് തന്നെയാണ് വിളിച്ചത്. എന്റെ അടുത്ത് അതായത് ഷിയാസ് കരീമിന് എതിരെ കേസ് കൊടുത്ത ആ സ്ത്രീയെ താങ്കൾ വിളിച്ചു? പിന്നെ നേരിട്ട് വിളിച്ച് ഞാൻ സംസാരിച്ചാളാ. ഫോണില് തെളിവുണ്ടോ? പിന്നെ എന്റെ അടുത്ത് വോയിസ് ഉണ്ട്. നേരിട്ട് ഞാൻ വിളിച്ചു, ഈ സ്ത്രീയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഷിയാസിന്റെ ഒരു കസിനാണ്, അതിനേക്കാൾ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, എന്റെ അനുജൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ഒരാളാണ്. അത്രയും ആത്മബന്ധമുള്ള ഒരാളാണ്. താങ്കൾ ഷിയാസ് കരീമിനെ വെളുപ്പിക്കാൻ വന്നിരിക്കുകയാണോ? പല ആൾക്കാരും ചോദിക്കും. പല ആൾക്കാരും പല രീതിയിലും വരുന്നേ. താങ്കളെ വെളുപ്പിക്കാൻ വന്ന പോലെ ഷിയാസിനെ വെളുപ്പിക്കേണ്ട കാര്യം ഇതിനകത്ത് ഞാൻ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്.
കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സ്ത്രീയെ വിളിച്ചു, പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഇത്ത എന്ന് വിളിച്ചിട്ട് തന്നെ. എത്ര വയസ്സുണ്ട് സ്ത്രീക്ക് ഒരു ഉദ്ദേശം? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു 59 വയസ്സിന് മുകളിലുണ്ട്. 59 വയസ്സുള്ള സ്ത്രീയാണ്. അതെ, അപ്പൊ പിന്നെ എനിക്ക് ഇത്താന്ന് എന്റെ ഉമ്മ പ്രായമുണ്ട്. മനക്കാലത്ത് ഒരു 5-6 വയസ്സിന് ഇളയുന്നുണ്ടാവും. 59 വയസ്സുള്ള സ്ത്രീയാണോ ഈ ഷിയാസ് കരീമിനെതിരെ? അതെ. ഇത് എന്റെ അടുത്ത് അവര് തന്നെ പറഞ്ഞ കാര്യ. 59 വയസ്സുണ്ട്. പിന്നെ അപ്പൊ ഞാനത് പറയാൻ, ഞാൻ ഇത്താന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇത്രയും പ്രായമുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ വിളിച്ചത്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യം, ഇവരുടെ ഇൻസ്റ്റ അതുപോലെ ഇവരുടെ ഫേസ്ബുക്കിലൊക്കെ ഇവർ വീഡിയോ ഇടുന്നു, ഷിയാസ് കരീം അങ്ങനെ ചെയ്തു പരസ്യമായി അവരുടെ പേജിലിട്ടൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത എന്നിൽ നിക്ഷിപ്തമാണ്. ഞാൻ അവരെ വിളിക്കുന്നു, ഞാൻ ഇന്ന ആളാണെന്ന് പറയുന്നു, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. എൻ്റെ പേര് അഷ്റഫ് കോട്ടപ്പുറം, ഇന്ന ആളാണ്. ഞാൻ ഇങ്ങനെ ഒരു ഇത് നിങ്ങളുടെ പേജിൽ കണ്ടു, എന്താണ് അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഷിയാസ് കരീമിനെതിരെ കേസ്? ഇല്ലല്ല, അപ്പൊ കേസ് കൊടുത്തിട്ടില്ല ഇവര്. ഇല്ലല്ല, അവര് ഫേസ്ബുക്കിലുള്ള ഇത് കണ്ടിട്ട് ഞാൻ വിളിച്ചതാ. അപ്പൊ ഇവര് എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്റെ ഇന്നലെ വരെ, അതായത് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഇടുന്നത് വരെ ഇന്നലെ വരെ ഇവനിക്ക് സമയമുണ്ടായല്ലോ, എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഷിയാസ് അല്ലല്ലോ വന്നത്, ഞാനാണ് വന്നത്. എനിക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് ഞാനിത് അറിയുന്നത്, ഇത് സത്യാവസ്ഥ അറിയാൻ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്നത്, ഷിയാസ് കരീമിന്റെ കസിൻ വല്ലതാണോ ഇവര്? ഇപ്പൊ സുഹൃത്തും കാര്യങ്ങളൊക്കെ. ഇവരുടെ ഷിയാസിന്റെ കല്യാണത്തിലേക്ക് സ്ത്രീ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. ആണോ? പിന്നെ അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്ന ഹൈലൈറ്റ്. അത് ഏത് പാട്ടായിരുന്നു ഡാൻസ് കളിച്ചത്? അത് ഏത് പാട്ടാ ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെ എന്താ പറയാ, വളരെ മാന്യമായിട്ട് തന്നെ ഞാൻ ഇവരോട് സംസാരിക്കുന്നു. എന്താണ് ഇതിനകത്ത് സത്യാവസ്ഥ? ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞ ഒറ്റ കാര്യം, എനിക്ക് കൂടുതൽ സംസാരിക്കണമെന്ന് താല്പര്യമില്ല. ഒറ്റ കാര്യം, നിങ്ങൾ പറയുന്നു ഷിയാസ് കരീം പറ്റിച്ച് നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഷിയാസ് അങ്ങനെ പറ്റിച്ച് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ഞാൻ മേടിച്ചു തരാം. അതെന്റെ ഉത്തരവാദിത്തമാണല്ലോ. എത്ര രൂപ മേടിച്ചതെന്ന് പറഞ്ഞു? അല്ല, അവര് പറയുന്നത് എന്റെ അടുത്ത് പറഞ്ഞത് 50 ലക്ഷം രൂപ ഷിയാസ് കരീം മേടിച്ചത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഷിയാസ് കരീം 50 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ ഞാൻ മേടിച്ചു തരും. മറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങളാണ് കാശ് അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ അവർ ഓക്കെ പറഞ്ഞു കേട്ടോ, ഞാൻ 50 ലക്ഷം രൂപ മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അടുത്ത് ഞാൻ പറഞ്ഞു, മറിച്ച് നിങ്ങൾ അവനിക്കാണ് പൈസ കൊടുക്കാനുള്ളതെങ്കിൽ, ഒരുപക്ഷെ അവന്റെ വൈഫിനായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്കായിരിക്കാം, അല്ലെങ്കിൽ പെങ്ങക്കായിരിക്കാം, നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോ, അതൊക്കെ അവരോട് താങ്കൾ പറഞ്ഞു. ഈ ഷിയാസ് കരീമിന് ഉമ്മാക്കും പെങ്ങൾക്കും ഇവര് പൈസ കൊടുക്കാനുണ്ടായോ? അതാണ് ഞാൻ അതിനകത്തേക്കാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോ ഈ പെണ്ണ് പറഞ്ഞത്, പൈസ എനിക്ക് പ്രശ്നമല്ല, അവനെ ഞാൻ നശിപ്പിക്കും, അവന്റെ കരിയറെ ഞാൻ നശിപ്പിക്കും, അവന്റെ എന്താണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഞാൻ നശിപ്പിക്കും. ഇതൊക്കെ റെക്കോർഡാണ് നിങ്ങളുടെ? പിന്നെ അവരുടെ ജീവിതം, ഈ കേസ് കൊടുത്തിരിക്കുന്ന സ്ത്രീ പറഞ്ഞ റെക്കോർഡുണ്ടോ? തീർച്ചയായിട്ടും ജീവിതം നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞിട്ടാണ്. എന്തിനാണ് ഒരാളുടെ ജീവിതം നശിപ്പിച്ചത്? അത് തന്നെയാണ് ഞാൻ അവരോട് ചോദിച്ചത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് അപ്പോ കാശല്ല മുഖ്യം, അവനെ തകർക്കുക അല്ലെങ്കിൽ അവന്റെ കരിയർ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞാനൊരു പൂച്ചേനെ ബ്രിഗേഡ് ചെയ്യാൻ കൊണ്ടുവന്നേക്കാണ്, അതുകൊണ്ട് എനിക്ക് പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു 4-5 പ്രാവശ്യം ഞാൻ ഇവർ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഇവർ ഇന്ന് വരെ എന്റെ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ അഖിൽമാരാർ എന്താ ഭീഷണിപ്പെടുത്തുന്നത്? പിന്നെയുള്ളത് ഞാൻ അതിനകത്തേക്ക് ഞാൻ ഇവരോട് അന്ന് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ പല ആളുകളോടും, സ്പെഷ്യലി അഖിൽമാരാരോട് നിങ്ങൾ പോയി ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഈ സ്ത്രീ പറഞ്ഞു, അഖിൽമാരാർ എന്നെ തേടി വന്നതാണ്. അഖിൽമാരാർ ഈ കേസ് കൊടുത്ത സ്ത്രീനെ തേടി ചെന്നു? അതെ. എവിടെ ചെന്നു? ഈ സ്ത്രീ മറ്റേ കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി എന്തോ ഭാഗത്താണ്. അല്ല, ഈ സ്ത്രീ ഇപ്പൊ ദുബായിലല്ല. ദുബായ്, ഇവരുടെ ബേസ് ദുബായ് അല്ലാന്നേ. ഇവരുടെ ബേസ് ശരിക്കും പറയുന്നത് ബഹ്റൈനാണ്. അതിനുശേഷം അതൊരു ഖത്തറിൽ എന്തോ, പോട്ടെ, ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഖത്തറിൽ ഉണ്ടായ വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, അഖിൽമാരാർ ഇവരെ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അഖിൽമാരാർ താങ്കളെ തേടി വരണമെങ്കിൽ താങ്കൾ അത്ര ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വൈറൽ താരമായിരിക്കണം. ഒന്നുമല്ലാത്ത ഒരാൾ, അഖിൽമാരാറിനെ പോലുള്ള ഒരാൾ ഒരിക്കലും നിങ്ങളെ തേടി വരില്ല. നിങ്ങൾ അങ്ങോട്ട് പോയതായിരിക്കുള്ളൂ സ്വാഭാവികമായിട്ട്. കാരണം അഖിൽമാരാർ വിഷയമുണ്ടല്ലോ, ഈ വിഷയത്തുമായി ബന്ധപ്പെട്ടാണ് അഖിൽമാരാർ ഇവനിക്കൊരു വീഡിയോ വോയിസ് ഇടുന്നത് ഷിയാസ് കരീമിന്. തെളിവുണ്ടോ? പിന്നെ എന്റെ അടുത്ത് വോയിസ് ഉണ്ട്. ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു. അപ്പൊ അഖിൽമാരാര് ഷിയാസ് കരീമിനെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്.
അഖിൽമാരെ അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റിയ സാധനമൊക്കെയാണ് പുള്ളി ഒരു പൊതുപ്രവർത്തകൻ. ഞാൻ കേൾപ്പിച്ചു തരാം, ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. പുള്ളി അങ്ങനെ പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ, നീ തൊലിക്കാൻ വെറുതെ ഷിയാസെ, നീ നാറുവേ എന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണേ. ഇത് അഖിൽമാരാർ തന്നെയാണോ? നിന്റെ ചെവുക്കല്ല അടിച്ച് പറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പെരുമ്പാവൂരുകാരുണ്ടെന്നുള്ളത് നീ ആദ്യം ആലോചിക്കുക. അതാദ്യം നീ ആലോചിക്കുക. നിന്റെ ചുറ്റുവട്ടത്തുള്ളവന്മാരുണ്ട് നിന്റെ ആടിച്ചിന്റെ ചെവുക്കല്ല് പറിക്കാൻ. എനിക്ക് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഇത് അഖിൽമാരാറിന്റെ വോയിസ് ആണ്, അഖിൽമാരാറിന്റെ വോയിസ് ആണ്. അതായത് ഇത് അഖിൽമാരാർ പറയും, ഞാൻ അവന്റെ നമ്പറൊക്കെ ഞാൻ പുറത്തു വിടും. അതായത് അഖിൽമാരാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ കൊടുക്കും. പ്രശ്നക്കാരനല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ. അവൻ പ്രശ്നക്കാരനാണോ അല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന വിഷയമല്ല. അവൻ പ്രശ്നക്കാരനായാലും അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതെ, എനിക്ക് തെളിവാണ്. അവൻ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടില് ഉള്ള നിന്റെ സൂക്കേട് ഞാൻ തീർക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗാണ് ഞാൻ ഈ വായിക്കുന്നത് കേട്ടോ. നാട്ടിൽ ഉള്ള നിന്റെ സൂക്കേട് ഞാൻ തീർക്കുന്നുണ്ട്. പരസ്യമായി മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ പൊന്നുമോനെ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. അത് ഷിയാസ് കരീമിനോട് അഖിൽമാരാർ പറഞ്ഞാണത്. അഖിൽമാരാർ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ വാർത്ത. ഏത് വാർത്ത? അഖിൽമാരാർ 6 കോടി രൂപ വരെ കിട്ടിക്കാണും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഷിയാസ് പറഞ്ഞിട്ടുണ്ട്. കാണും എന്നാണ് ഷിയാസ് പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത ഒരു സ്റ്റോറി ഇട്ടിട്ട് തമാശയായി പറഞ്ഞതാണ്, അഖിൽമാരാരെ ചുമ്മാ ചൊറിഞ്ഞതാണ് എന്ന രീതിയിൽ ഇട്ടോ. അങ്ങനെ ഇട്ടാൽ ഞാൻ സാബു സാറിനോട് അവൻ ചുമ്മാ പറഞ്ഞതാണ് എന്ന രീതിയിൽ പറഞ്ഞ് ഈ വിഷയം തീർത്തേക്കാം. സാബു സാർ ഏതാ? എനിക്ക് തോന്നുന്നത് 2020 ആയിരിക്കാം. അവൻ മത്സരിക്കാൻ 2020 വേണ്ടിട്ടല്ലേ. അപ്പൊ അതിന്റെ ഇത് മെയിൻ സാബു അല്ലേ? 2020 സാബു ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല സാബു സാറിന് വേറെ ആരുണ്ട്? ഇപ്പൊ പല സാബു സാറുണ്ട്. അപ്പൊ പിന്നെ അതിൽ 2020 സാബു സാറിന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടില്ല. അവന്റെ ഈ ഭീഷണി ഇത് പറയുമ്പോ ഈ ഭീഷണിയിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന ഈ അലിഗേഷൻ 100% തെറ്റാണെന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മീഡിയയുടെ മുമ്പിൽ വരുന്നത്. 100%. കാരണം ഷിയാസ് ഓൾറെഡി അവന്റെ ക്ലാരിറ്റി അവൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇതിനകത്തുള്ള വ്യക്തമായ ഗൂഢാലോചന ഷിയാസ് കരീമിനെ തകർക്കുക എന്നുള്ളതാണ്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമെന്ത്, അവനെ തകർക്കാനുള്ള ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. അതിന് ഒരുപക്ഷെ അനൂപ് ആക്ഷൻ വ്ളോഗ് എന്ന് പറയുന്ന ഈ ചാനലിൽ കൂടി ആയിരിക്കാം പല കാര്യങ്ങളും. നിങ്ങളുടെ ചാനലിൽ കൂടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ചാനലിൽ കൂടി സത്യം വന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ഇന്നാൾ നമ്മുടെ ഏതൊരു ചാനലും കൂടി എടുത്ത് നിങ്ങൾ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നരബലി സുകുമാരക്കുറുപ്പ് എന്ന് വേണ്ട സകല സാധനങ്ങളും സുകുമാരക്കുറുപ്പിന്റെ, അതായത് പിടികിട്ടാപ്പോൾ സുകുമാരക്കുറുപ്പിന്റെ വീട്ടുകാർ സുപ്രീം കോടതിയിൽ. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ഞാൻ ചോദിക്കണത്. ആ വോയിസ് കേൾക്കട്ടെ. ഞാൻ കേൾപ്പിച്ചു. അഖിൽമാരാറിന്റെ വോയിസ് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. എന്റെ കയ്യിലുള്ള 2 പെണ്ണുങ്ങളെ കൊണ്ട് കേസ് കൊടുത്താൽ, അഖിൽമാരാറിന്റെ 2 പെണ്ണുങ്ങളുണ്ട്, 2 പെണ്ണുങ്ങളെ കൊണ്ടുള്ള കേസ് കൊടുത്താൽ അഖിൽമാരാറാണ്. അപ്പൊ അഖിൽമാരാറിന്റെ 2 പെണ്ണുങ്ങളുണ്ട്. അഖിൽമാരാർ പറഞ്ഞ വോയിസ് ഒന്നും കൂടി നിങ്ങൾ പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ, നീ തൊലിക്കാൻ വെറുതെ ഷിയാസെ, നീ നാറുവേ എന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണേ. ഇതിൽ 2 പെണ്ണുങ്ങളെ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അലിഗേഷന്റെ പിന്നിൽ ന്യായമായി ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ സംശയിക്കുന്നു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്താണ്? ഇവിടുത്തെ നിയമവ്യവസ്ഥയിലും ഇവിടുത്തെ പോലീസ് സംവിധാനത്തിലും എനിക്ക് ഒരു വിശ്വാസക്കുറവും ഇല്ല. എനിക്ക് 100% വിശ്വാസവുമുണ്ട്. 100% ഞാൻ അതിൽ സംതൃപ്തനുമാണ്. അതുകൊണ്ട് സത്യം എന്നായാലും മറുതിക്ക് പുറത്തു വരും, അതിനകത്തൊരു സംശയമില്ല. പോലീസുകാരോട് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? 100%. കാരണം ഈ സ്ത്രീയുടെ ഒരു കാര്യം ഞാൻ പറയാം, അത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു പോയതാണ്. ഈ സ്ത്രീക്കെതിരെ ഷിയാസ് കരീം പെരുമ്പാവൂർ കേസ് കൊടുത്തിട്ടുണ്ട്. അതെ ഈ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെയാണോ? ഇപ്പോൾ ഷിയാസ് കരീം പറ്റിച്ചെന്നുള്ള സ്ത്രീയാണോ? ആ സ്ത്രീക്കെതിരെ ഷിയാസ് കരീം എവിടെ കേസ് കൊടുത്തു? ഈ പെരുമ്പാവൂർ കോടതിയിൽ ഏകദേശം ഒരു 2 ആഴ്ചയായി കാണും. 2 ആഴ്ചക്ക് മുമ്പ് കേസ് കൊടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഉള്ള അക്കൗണ്ട് പൂട്ടി. അതിന്റെ ഇതുകൊണ്ടാണ് അവരിപ്പോ കൊണ്ടുപോയി ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് കാശല്ല മുഖ്യമെന്ന് എന്റെ അടുത്ത് പറഞ്ഞതാ. ഇവർ ഒരു ചീപ്പ് പബ്ലിസിറ്റി അതായിരിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് കാശല്ല മുഖ്യം. ഇവർക്ക് വേറൊരു സൈക്കോ പാർട്ടാണ് ഇവർ. കാരണം ഇവർക്ക് ഒരാള്
ഒരു കുടുംബമായി ജീവിക്കുന്നത് ഇവർക്ക് കണ്ടുകൂടാ. സ്വന്തം ഞാനത് പറയണം, നിങ്ങളത് പറ കേക്കട്ടെ. സ്വന്തം മക്കളെ, സ്വന്തം മോളുടെ ജീവിതം പോലും തകർത്തതിന്റെ പിന്നിൽ ഇവരുടെ ഇടപെടലുണ്ട്. ഏത് മോള്? ഈ സ്ത്രീയുടെ മൂത്ത മകളുടെ വിവാഹബന്ധം വേർപെട്ടതിൽ പോലും ഈ സ്ത്രീയുടെ പങ്കുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സൈക്കോ ആണ്. അപ്പൊ ഷിയാസ് മാന്യമായി അവന് കല്യാണം കഴിച്ചു. പിന്നെ ഒരു അലിഗേഷൻ ഇവര് പറഞ്ഞത് ഷിയാസ് കല്യാണം കഴിച്ചു എന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് എന്നെ പീഡിപ്പിച്ചെന്നാ പറയണേ. അപ്പൊ ഷിയാസിന്റെ ഷിയാസിന്റെ കല്യാണത്തിന് ഈ സ്ത്രീ വീഡിയോ കളിച്ചതോ പാട്ടിട്ട് കളിച്ചതോ? അത് ഏത് പാട്ടാ? യൂട്യൂബിൽ കംപ്ലീറ്റ് കിടപ്പുണ്ടെന്ന്. ഏത് പാട്ടാന്ന് ഇപ്പൊ ആ സമയത്ത് ആരാ നോക്കട്ടെ? പങ്കെടുത്ത ഞാൻ ഷിയാസ് കരീമിന്റെ കല്യാണത്തിൽ പങ്കെടുത്ത എനിക്ക് തോന്നുന്നത് കാലായിരിക്കും എന്തായാലും. അപ്പൊ അതുകൊണ്ട് അവര് ഈ പറഞ്ഞതുപോലെ അവിടെ അപ്പൊ പിന്നെ ആ അലിഗേഷൻ അവിടെ തന്നെ പൊളിയാ. അലിഗേഷൻ അവിടെ തന്നെ പൊളിയാണ്. അപ്പൊ പല കാര്യങ്ങളും ഇവര് മറച്ചു വെക്കുകയാണെന്നേ. അപ്പൊ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എല്ലാം പോലീസുകാരെ പുറത്തു കൊണ്ടുവരട്ടെ. അത്രേ നമുക്ക് പോലീസിന്റെ കേസ് ഡയറിയിൽ ഒരു പൊൻതൂവലും കൂടി. അതെ, അല്ലേ? തീർച്ചയായിട്ടും ഈ കേസിൽ 100% നിരപരാധിയാണ്. അത് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള നിലയിൽ 100% ഞാൻ അവന്റെ ഒപ്പം നിൽക്കും. ഇതിനകത്ത് സത്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അവന്റെ ഒപ്പം ഉണ്ടാവും. സത്യമേവ ജയതേ, സത്യം ജയിക്കട്ടെ, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ അഖിൽമാരാണ് അതിന്റെ പിന്നിൽ നിന്നാണ് താങ്കൾ പറഞ്ഞത്. എന്റെ ന്യായമായ സംശയം അതാണ്. നിങ്ങളുടെ സംശയമല്ലേ? അതെ, സംശയങ്ങളാണല്ലോ. അവൻ ഇത് ചാറ്റ് പുറത്തു, അവന്റെ വോയിസ് വരുന്നു, പിറ്റേ ദിവസം കേസ് വരല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഷിയാസ് കരീം ഇപ്പൊ ഇവിടെ ഉണ്ട്, അത് പറ കേക്കട്ടെ. ഷിയാസ് കരീം അവനും അവന്റെ കുടുംബവുമായിട്ട് വീട്ടിൽ തന്നെയുണ്ട്. സ്വസ്ഥം ഗ്രഹഭരണം എന്ന് പറഞ്ഞാൽ അവൻ മാന്യമായിട്ട് അവന്റെ കാര്യങ്ങളും നോക്കി അവൻ പോകുന്നുണ്ട്. ഷിയാസ് കരീം ഒന്നും വിഷയമില്ല. ഇതാണ് വെയിലത്ത്, തീയിൽ കുരുത്താൻ വെയിലത്ത് വാടൂല, കാരണം വെളുത്തിരിക്കണവനോ അത്രേ ഉള്ളൂ അല്ലേ? അവൻ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ. കാരണം നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമുക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ മറ്റുള്ളതൊക്കെ എന്താണ്? നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇവിടുത്തെ കോടതി സംവിധാനത്തിൽ, ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ, ഇവിടുത്തെ ഗവൺമെന്റിലൊക്കെ പൂർണ്ണ വിശ്വാസമുള്ളിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പുതിയ കാര്യങ്ങളുമായി, പുതിയ റെക്കോർഡ് തെളിവുകളുമായി അനൂപ് ആക്ഷൻ ബ്ലോഗ്സ് വീണ്ടും നിങ്ങളുടെ മുന്നോട്ടെത്തും അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളിലൂടെ കൊണ്ട് നിങ്ങളൊക്കെയാണ് ഈ സമൂഹത്തിന് മാതൃകയാക്കേണ്ടത്. നിങ്ങളെപ്പോലുള്ള സത്യസന്ധമായിട്ടുള്ള മാധ്യമങ്ങളാണ് ശരിക്കും പറയുന്നത്. കാരണം ഓൺലൈൻ മാധ്യമങ്ങളെ ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് ചിന്താഗതിയോടെ കാണുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുന്നിലാണ് അനൂപ് ആക്ഷൻ ബ്ലോഗ് ഒരു വേറിട്ട് നിൽക്കുന്നത്. പല കാര്യങ്ങളിലെയും മുഖങ്ങൾ, പല സത്യാവസ്ഥ നിങ്ങളിൽ ചാനലിൽ കൂടെ പുറത്തു കൊണ്ടുള്ള വ്യക്തിപരമായിട്ട് എനിക്കറിയാം. എന്തായാലും എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ചാനലിൽ. അപ്പൊ എന്തായാലും സന്തോഷം. പുതിയ തെളിവുകളുമായിട്ട് അഷറഫ് കോട്ടപ്പുറം വരും തീർച്ചയായിട്ടും അല്ലേ? ഇനിയും തെളിവുകളുണ്ട്. അല്ല, ഇതിന്റെ അടിയിൽ എന്റെ തള്ളക്കും തന്തക്കും ഒക്കെ വിളിക്കാൻ ആൾക്കാർ വരും. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അതിനാണ് കമന്റ് ബോക്സ് വെച്ചേക്കുന്നത്. അത് നിങ്ങൾ അവരെ കുറ്റം പെടുത്ത അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനെ ഞാൻ പറഞ്ഞ മനസ്സിലായ? അത് കമന്റ് ബോക്സ് വെച്ചേക്കണത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തെറി വിളിക്കും. തീർച്ചയായിട്ടും ചിലപ്പോ അവര് അമ്മക്ക് വിളിക്കും, ചിലപ്പോ അച്ഛനെ വിളിക്കും. അതൊക്കെ ഓരോരുത്തരുടെ സംസ്കാരം. അതെ, ഓരോരുത്തരുടെ സംസ്കാരമാണ്. ഞാൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരിക്കലും മറ്റുള്ള ഒരു രീതിയിലേക്ക് ഞാൻ പറയുന്നത്, ഞാൻ യാഥാർത്ഥ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 100% ഷിയാസ് കരീം ഇതിൽ നിരപരാധിയാണ്. ഇത് ശരിക്കും ഫേക്ക് ന്യൂസാണ്. ഷിയാസ് കരീം കേസ് കൊടുത്തു. അതിന്റെ ഫലമായിട്ട് അവരുടെ അക്കൗണ്ട് പോയി. അതിന്റെ ഒരു ചൊറിച്ചിൽ ഒരു തീർക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്ത ഒരു പെണ്ണാണല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിൽ ഷിയാസ് കരീം സത്യം തുറന്നു പറയാൻ വരും. അടുത്ത എപ്പിസോഡിൽ ഒരു ചാനലിലും കിട്ടാത്ത തെളിവുകളുമായിട്ടാണ് അനൂപ് ആക്ഷൻ ബ്ലോഗ്സ് വരുന്നത്. എന്തായാലും ഇദ്ദേഹവും ഇപ്പൊ പരാതി കൊടുത്ത സ്ത്രീയെ കേട്ടുള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെ അവനിക്കും ചേട്ടനും അനിയന്മാരുണ്ട്. ഞാൻ നിൽക്കല്ലേ നെഞ്ചും പിരിച്ചു. അപ്പൊ പിന്നെ അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയ തെളിവുകളുമായി. മനസ്സിലായ? ഒരു നിരപരാധികൾ പോലും അല്ലേ ക്രൂശിക്കപ്പെടാൻ പാടില്ല. തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ വേറെ കാര്യം പറയാം. ഇവിടെ കുറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പ്രേമിക്കും. പിന്നെ അല്ലേ അവര് അവരവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം ഒറ്റ കഴിയുമ്പോ ഈ ഷിയാസ് കരീമിന്റെ കാര്യമല്ലോ പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യമാണ്. ഇപ്പൊ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ വലിയ വെടിവെപ്പ് ഓൺലി ഹണ്ടിങ് വെടിവെപ്പ് ഭയങ്കര. അത് ഇത് കഴിയുമ്പോ കൊണ്ട കേസ് കൊടുക്കണം, പരാതി കൊടുക്കണം. പിന്നെ മറ്റേ അവിടെ കൊണ്ടേ പീഡിപ്പിച്ച്, ഇവിടെ കൊണ്ടേ പീഡിപ്പിച്ച്, അവിടെ കൊണ്ടേ ഞങ്ങളുടെ മറ്റേ ഇത് അവിടെ മറ്റേ റൂമിൽ പോയി, ഇവിടെ മറ്റെടുത്ത് പോയി. പോകുമ്പോ കുഴപ്പമില്ല അല്ലേ? പോകുമ്പോ കുഴപ്പമില്ല. പാവപ്പെട്ട പോലീസുകാർ അതിന്റെ പുറകെ സർക്കാർ ജീപ്പെടുത്ത് കേസന്വേഷണമായിട്ട് പോകുന്നു അല്ലേ?
കുറെ നിരപരാധികളായ അമ്പുള്ളേര് ഇതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടും. അങ്ങനെയും കുറെ കാര്യം. അതുകൊണ്ടാണ് ഇതിന്റെ സത്യാവസ്ഥ, ഇതിന്റെ ഗൂഢാലോചന പുറത്തു വരണം എന്ന് ശരിക്കും പറഞ്ഞ അനൂപ് ആക്ഷൻ വ്ലോഗ് ചെയ്യുന്ന ഈ അനൂപിനെ പോലെയുള്ള നീതിമാനായിട്ടുള്ള സത്യസന്ധമായിട്ട് വ്ലോഗും അതുപോലെ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുടെ പ്രാധാന്യവും അതുകൊണ്ടാണ്. നമ്മള് ഇനി കുറെ വോയിസ് ഉണ്ട്, കുറെ രേഖകളുണ്ട്. നമ്മുടെ ചാനൽ ഷിയാസ് കരീമായിട്ടാണ് ഇനി വരാൻ പോണത് മച്ചനെ. അപ്പോ അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയേറെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള എപ്പിസോഡ് കാണാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമന്റ്. ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ അമ്മക്ക, മുത്തിക്ക, അപ്പൂപ്പനൊക്കെ വിളിക്കുമെന്ന് അറിയാവുന്ന പുള്ളി പറഞ്ഞത്. അതൊന്നും വിഷയമില്ല, അതൊക്കെ പ്രേക്ഷകർ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.